السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. العاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ربنا لا تؤاخذنا إن نسينا وأخطأنا. അതായിരുന്നു ഇന്നലെ പറഞ്ഞത്. ربنا لا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به ربنا لا تحمل علينا إصرا كما حملته على الذين من قبلنا. പടച്ചോനെ ലാ തഹ്മിൽ അലൈനാ ഇസ്റൻ, ഞങ്ങൾക്ക് നീ ഭാരം ഏൽപ്പിക്കല്ല റബ്ബേ, കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബലിനാ, ഞങ്ങളെ മുൻഗാമികൾക്ക് നിയമപരമായി വളരെ ഭാരമുള്ള കാര്യങ്ങളാണ് ഏൽപ്പിച്ചിരുന്നത്. അങ്ങനത്തെ ഭാരമുള്ള നിയമങ്ങളൊന്നും ഞങ്ങളെ ഏൽപ്പിക്കല്ല റബ്ബേ, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. ബനു ഇസ്രായേലിന് അല്ലാഹു തആല ഏർപ്പാട് ചെയ്തത് 50 വക്ത നിസ്കാരമാണ്. അതുകൊണ്ടാണ് മൂസ അലൈഹിസ്സലാം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിഅ്റാജിന്റെ സമയത്ത് ഇടപെട്ടുകൊണ്ട് പറഞ്ഞത്, ഇത് എന്റെ ഉമ്മത്തിനെ വെച്ച് പരീക്ഷിച്ചിട്ട് പരാജയപ്പെട്ടൊരു കാര്യമാണ്, ഈ 50 വക്തായിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട, കഴിയില്ല എന്ന് പറയാൻ കാരണം അതാണ്. ബനു ഇസ്രായേലിനെ ഏൽപ്പിച്ചത് 50 വക്താണ്. മാത്രമല്ല, അവരിൽ എവിടെങ്കിലും നജസായാൽ നമുക്ക് വസ്ത്രത്തിലുള്ള നജസ് കഴുകിക്കളഞ്ഞാൽ മതി, അവർക്കത് കട്ട് ചെയ്ത് ഒഴിവാക്കണം, കഴുകിക്കളയല്ല, നജസായ സ്ഥലം തന്നെ ഒഴിവാക്കണം. ഏതെങ്കിലും അവയവങ്ങളായിട്ട് തെറ്റ് ചെയ്താൽ ആ അവയവങ്ങൾ മുറിക്കേണ്ട നിയമങ്ങൾ കൊടുത്തിരുന്നു. മുൻഗാമികൾക്ക് തൗബ ചെയ്യണമെങ്കിൽ മക്കയിൽ വരേണ്ടിയിരുന്നു, അങ്ങനെ നിയമം ഉണ്ടായിരുന്നു. എല്ലായിടത്തും തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കൂല. ഒരു പോയിന്റ് പറഞ്ഞു കൊടുത്തിട്ട് അവിടുന്ന് തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. അപ്പൊ ഇന്നലെയിലുള്ള പ്രയാസങ്ങളൊന്നും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല, അങ്ങനത്തെ ഒന്നും ഞങ്ങളെ ഏൽപ്പിക്കരുത് റബ്ബേ എന്ന്. മാത്രല്ല, അവരുടെ തൗബൻ എന്തായിരുന്നു? സൂറത്തുൽ ബഖറന്നെ പറഞ്ഞല്ലോ, وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ بِاتِّخَاذِكُمُ الْعِجْلَ فَتُوبُوا إِلَى بَارِئِكُمْ فَاقْتُلُوا أَنفُسَكُمْ ذَلِكُمْ خَيْرٌ لَكُمْ عِندَ بَارِئِكُمْ فَتَابَ عَلَيْكُمْ إِنَّهُ هُوَ التَّوَّابُ الرَّحِيمُ. സൂറത്തുൽ ബഖറ. മൂസാ അലൈഹിസ്സലാം അനുയായികൾ തെറ്റ് ചെയ്തു, 40 ദിവസത്തിന് ഇടയ്ക്ക് ഞാൻ വരുന്നുണ്ട്, അവരെ നിങ്ങളൊരു കുഴപ്പമുണ്ടാക്കരുത്, ഹാറൂന്റെ സഹോദരനാണ്, അംഗീകരിച്ചുകൊണ്ട് നിൽക്കണം, തൗഹീദിൽ നിന്ന് വെളിയിൽ പോയരുത് എന്നൊക്കെ പറഞ്ഞ് 40 ദിവസം കോഴ്സ് പൂർത്തിയാക്കാൻ വേണ്ടി പോയതിനിടയിൽ ഇവർ ആ 40 ദിവസത്തിനെ 20 ദിവസമാക്കി. ഒരു പകലും 1 ദിവസവും രാത്രി ദിവസമാക്കിയിട്ട് 20 ദിവസമാക്കി ചൊല്ലിക്കും. എന്നിട്ട് 20 ദിവസം കഴിഞ്ഞിട്ട് മൂസാ നബി ഇസ്ലാമിനെ കാണാതായപ്പോ ഹാറൂൻ നബീനോട് തട്ടിക്കയറി, എന്താ വരാത്ത്, വാക്ക് ലംഘിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പ്രശ്നമാക്കി. സാമരി ബന്ധപ്പെട്ട് പല വർഷങ്ങളും അങ്ങനെ പശുക്കുട്ടിനെ ഉണ്ടാക്കലൊക്കെ ആകെ കുഴപ്പമായി തിരിച്ചു വന്നപ്പോഴേക്ക് എന്താ അല്ലാഹു തആല തൗബ പറഞ്ഞേ അറിയോ? നിരന്നാണ്ട് നിൽക്കുക എല്ലാരും, എന്നിട്ടാണ്ട് കൊല്ലന്നെ. തെറ്റ് ചെയ്ത ആളുകളെ മറ്റൊരു കൊല്ല. 70,000 ആളുകൾ കഴുത്തിന് വെട്ടിയിട്ടാണ് മയ്യിത്താക്കിയത്. ഇതാണ് അവരെ തൗബ. 70,000 ആളുകൾ നേരത്ത് നിർത്തിയിട്ട് കഴുത്തിന് വെട്ടിയിട്ട് മയ്യിത്താക്കി. അതാണ് അന്നത്തെ തൗബ. പൊടുത്തം വിട്ടു, മയ്യിത്തുകൾ കുന്നുകൂടാൻ തുടങ്ങി. മൂസാ നബി പൊട്ടിക്കരഞ്ഞു, ഹാറൂൻ നബി മൂസാ നബിയും കൂടി കരഞ്ഞിട്ടാണ് ദ്വാരന്നപ്പോ അല്ലാഹു പറഞ്ഞു, സ്റ്റോപ്പ്. കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുമ്പോ വാപ്പാനെ കൊല്ലണ് മോന്, മോനെ കൊല്ലണ് വാപ്പ, കാക്കാനെ കൊല്ലണ് അഞ്ചൻ, അഞ്ചനെ കൊല്ലണ് ജ്യേഷ്ഠൻ. ആകെ പ്രശ്നമായി. കൊല്ലാൻ വരുമ്പോ കൊല്ലാൻ കഴിയണില്ല, കാരണം വാപ്പാന്റെ കഴുത്തിന് കത്തിവെക്കാൻ മോന് കഴിയോ, അനുജന്റെ കഴുത്തിന് കത്തിവെക്കാൻ കാക്കാക്ക് കഴിയോ? ആകെ പ്രശ്നമായി. അപ്പൊ അല്ലാഹു പറഞ്ഞു, കൊല നിർബന്ധമാണ്, അതാണ് നിങ്ങളെ തൗബ. നിങ്ങൾക്ക് ആണ്ടുകൊണ്ടും കണ്ടിട്ട് പ്രയാസം വരെയാണ് ഞാൻ ഒരു ഏർപ്പാട് ചെയ്തുതരാം. നല്ല മേഘം ഇറക്കി കൊടുത്ത് ഇരുട്ടും കൊണ്ട് കൂടി, ഇപ്പൊ ആണ്ടുകൊണ്ടും മുഖം കാണൂല, അതിൽ വെട്ടി തന്നെ. ഇയാദി വെട്ടൽ വെട്ടിയിട്ടാണ് 70,000 ആളുകളെ കൊന്നത്. അല്ലാഹു പറഞ്ഞു നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ഇതാണ് തൗബ. ഇതെങ്ങനെ ഈ ഉമ്മത്തിനെ ഏൽപ്പിച്ച എന്തായിരിക്കും അവസ്ഥ? വെള്ളിയാഴ്ച കളഞ്ഞൊളിച്ചു, വെള്ളിയാഴ്ചത്തിന്റെ വിശുദ്ധിയെ കളഞ്ഞൊളിച്ചു. ജുമുഅക്ക് പോകാതെ മീൻ പിടിക്കാൻ പോയി. എങ്ങനെ അല്ലാഹു നേരിട്ടത്? മീൻ പിടിക്കാൻ പോയ ആളുകൾ മുഴുവനും, ജുമുഅക്ക് പോയ ആളുകൾ തിരിച്ച് പുരയിരുന്നപ്പോഴേക്ക് അവിടെ വാപ്പാനും ചിലയിടത്ത് മക്കളെ, ചിലയിടത്ത് കാക്കാരെ കാണുന്നില്ല. കാരണം ആ സ്ഥാനത്ത് ഓല് കിടന്നിടത്തൊക്കെ കുരങ്ങന്മാര്. കാരണം മീൻ പിടിക്കാൻ പോയ മുഴുവൻ ആൾക്കാരെ അല്ലാഹു തആല കുരങ്ങന്മാരാക്കി. അതും ഖുർആൻ പറയുന്നുണ്ട്, സൂറത്തുൽ ബഖറ തന്നെ പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറ പറയുന്നുണ്ട്, ഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ, ഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ. നിങ്ങൾ വളരെ മോശപ്പെട്ട കുരങ്ങുകളായിക്കോളിന്ന് അല്ലാഹു തആല കൽപ്പനയോടുകൂടി അവർ മുഴുവനും കുരങ്ങന്മാരായി.
വെള്ളിയാഴ്ചയുടെ വിശുദ്ധിയെ കളഞ്ഞു വിളിച്ചിട്ട് മീൻ പിടിക്കാൻ പോയ ആളുകൾ മുഴുവനും കുരങ്ങന്മാരെ. ഈ നിലയില് നമ്മളെ കൂട്ടത്തിൽ വെള്ളിയാഴ്ചയിൽ മര്യാദക്ക് പരിപാടിക്ക് അല്ലെങ്കിൽ പള്ളിക്ക് അല്ലെങ്കിൽ ഖുർആൻ ഓതാനൊന്നും വരാത്ത ആളുകളൊക്കെ അള്ളാഹുത്തല രൂപം മാറ്റുകയാണെങ്കിൽ മഹല്ലുകളിലൊക്കെ എത്ര കുരങ്ങന്മാരുണ്ടാവും? അല്ലെ എന്ത് ചോദിക്കണം നിങ്ങൾ? ഇപ്പൊ തന്നെ കുറെ ആൾക്കാരെ കണ്ടാൽ എന്തെന്നെയാണ്. ഇപ്പൊ തന്നെ നമ്മളെ കുട്ടികളിൽ പലരും കണ്ട മൃഗങ്ങളെ രൂപമല്ലുള്ളത്. അത് ഫുള്ളായിട്ടാണ്ടാക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ സത്യത്തിൽ അതൊക്കെ ഈ ദുആന്റെ ഒരു വർക്കത്തും കൂടിയാണ്. ലാ തഹമിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതു അലൈഹിം ഖബരിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി. ഞങ്ങളെ ഏൽക്കാൻ കഴിയാത്ത ഭാരമുള്ള നിയമങ്ങൾ ഏൽപ്പിക്കും ചെയ്യരുത്. അഥവാ അത് ലംഘിച്ചാൽ ഞങ്ങളെ ആക്ഷൻ എടുത്തുകൊണ്ട് നീ അദാബിലാക്കുകയും ചെയ്യരുത്. അത് രണ്ടും അല്ലാണ്ട് സ്വീകരിച്ചു. പ്രയാസമുള്ള എന്തെങ്കിലും നിയമം ദീനിലുണ്ടോ? നിൽക്കാൻ കഴിയില്ലേ? ഇരുന്നോന്നല്ല അല്ല പറഞ്ഞു. ഇരുന്ന് നിസ്കരിക്കാൻ കഴിയില്ലേ? കിടന്നോ? എന്തൊരു എളുപ്പാണ്! എല്ലാം എളുപ്പാണല്ലോ. വെള്ളം കൊണ്ട് കൊടുക്കാൻ പറ്റൂലേ? മണ്ണോട് താമം ചെയ്തോ? അത് മുമ്പില്ല. വെള്ളം കൊണ്ട് ശുദ്ധി വരുത്തുക എന്നുള്ളത് കണിശ നിയമമാണ്. മണ്ണിന്റെ പരിപാടി ഇല്ല. വെള്ളം കൊണ്ട് പറ്റൂലേ? മണ്ണുകൊണ്ട് ചെയ്തോ? എനിക്ക് റംസാ മാസം നോമ്പെടുക്കാൻ പറ്റില്ലേ? സോക്കണാണോ? വേണ്ടാച്ചാളെ വേറെ സമയത്ത് കലാ വിട്ടിയാൽ മതി. യാ അല്ലാഹ്. യാത്രയാണോ? 132 കിലോമീറ്റർ യാത്ര ഉണ്ട്. മഹലിന്റെ പരിധി സുബഹിക്കുമ്പോ വിട്ടുകിടക്കും ചെയ്താൽ നീ നോമ്പ് വെക്കണ്ട. മറ്റു സമയത്ത് കലാ വിട്ടിക്കോ. യാ അല്ലാഹ്. ഹജ്ജിനോ മേനല്ലേ? ശരീരത്തിന് ആരോഗ്യമില്ലേ? ആരാനോട് പോകാൻ പറഞ്ഞു? പോണ്ട. പൈസ ഇല്ലേ? പോണ്ട. ശരീരത്തിന് ആരോഗ്യമുണ്ട്, പൈസയുണ്ട്. പക്ഷേ ഭയങ്കര യുദ്ധം പ്രശ്നങ്ങളും പോകാൻ പ്രശ്നമില്ല. വഴിയൊക്കെ ബ്ലോക്കാണ്, പ്രശ്നങ്ങളാണ്, ഭീഷണിയാണ്. പോണ്ടാച്ചാളെ എന്ത് അദ്ദീനിയുസ്റുൻ മുഹമ്മദ് റസൂലുള്ളാഹി. വളരെ എളുപ്പല്ലേ? വളരെ എളുപ്പല്ലേ? കാരണം റബ്ബനാ ലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഇതങ്ങോട്ട് പറഞ്ഞിട്ട് മനസ്സിക്കണ്ട് തട്ടിയാണ്ടല്ലോ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കുളിർമ കണ്ടു പെയ്യും. യാ അല്ലാഹ്. അള്ളാനെ എങ്ങനെ വിളിക്കല്ലേ? അള്ളാന്റെ ഇസ്മുകൾ ലാസ്റ്റ് ഒരു വെക്കല അന്ത മൗലാന, അന്ത മൗലാന ഫൻസുർനാ അലൽ ഖൗമിൽ. സുദീസിന്റെ ദ്വായിലൊക്കെ ഈ അന്ത മൗലാന വരുമ്പോ തൊണ്ടങ്ങനെ ഇടറിയിട്ട് അയാളെ പൊട്ടിക്കറിഞ്ഞേക്കാം. മൗലാനാന്ന് പറഞ്ഞു കറിഞ്ഞേക്കാം. ഒരു വിളിയാണല്ലോ, ഒരു 1.5 വിളിയല്ല. വേറെ ആരെയും നമുക്ക് വിളിക്കാനുള്ളത്? വേറെ ആര് എന്ത് ചെയ്തതിനാണെങ്കിലും അള്ള കൊടുത്തിട്ട് വേണ്ട ചെയ്യാൻ. അള്ള വേണ്ടെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റോ? ഡോക്ടർക്ക് ചെയ്യാൻ പറ്റോ? ഒരു വലിയന് ചെയ്യാൻ പറ്റോ? ഒരു ആലിമിന് ചെയ്യാൻ പറ്റോ? ഒരു ഗുസ്തിക്കാരന് ചെയ്യാൻ പറ്റോ? ഒരു പണക്കാരന് ചെയ്യാൻ പറ്റോ? ഒരു പണിക്കാരനെ വിളിച്ചിട്ട് ആൾക്ക് പണിയെടുത്ത് തരാൻ പറ്റോ? കാരണം അതൊക്കെ അള്ള തോന്നിപ്പിക്കണ്ടേ, അള്ള കഴിവ് കൊടുക്കണ്ടേ? ആത്യന്തികമായി മൗലാന അള്ളല്ലേ? മൗലാന ദുആന്റെ ഒരു കളിയാണ് സൂറത്തുൽ ബഖറന്റെ ലാസ്റ്റ്. അതിൽ വലിയൊരു തത്വം ഉണ്ടായി, നാളെ ഞാൻ പറഞ്ഞുതരാം. ഏതായാലും അള്ളാഹു ഈ ദുആ കൊണ്ട് സ്വീകരിച്ചു. ഭാരമുള്ള ഒന്നും ഈ ഉമ്മത്തിന് അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. ഇനി ഇതും ഇട്ട് കളഞ്ഞു കുളിച്ചാൽ അള്ളാഹു വെറുതെ വിടൂല്ല, ഉറപ്പാണ്. ഒരു ഭാരമില്ല. ഇസ്ലാം കാര്യത്തിൽ ഏതാ ഭാരമുള്ളത്? ഒന്നുമില്ല. പ്രാക്ടീസ് ചെയ്യാൻ കഷ്ടപ്പാടുള്ള, ബുദ്ധിമുട്ടില്ല, സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യം ദീനിലില്ല. പിന്നെ ആരെങ്കിലൊക്കെ ഉണ്ടാക്കണുണ്ട്, അത് നമ്മളെ ദീനിൽ പെട്ടതല്ല. വെറുതെ ഇങ്ങനെ ഉണ്ടാക്കുക, അത് ദീനിൽ പെട്ടല്ല. ദീനിൽ അങ്ങനെ ഒന്നുമില്ല, കഷ്ടപ്പാടുള്ള ഒന്നുമില്ല. നീ ഇത് പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് നാളെ അള്ളഹാനോട് പറഞ്ഞാൽ അള്ളാഹ് വെറുതെ വിടില്ല. പിന്നെ അള്ളാഹു തആല ബുദ്ധിമുട്ട് എല്ലാത്തിലുണ്ടല്ലോ. ഇന്നലെ പിന്നെ ഒരു സ്ഥാപനത്തിലെ ഒരു വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോ അതിലൊരു കുറച്ച് നല്ല വലിയൊരു മലയാളി ആളെ കുട്ടിനെ കൊടുന്ന് ചേർത്തുക്കണം. ഇസ്ലാമിക സ്ഥാപനമാണ്. അപ്പൊ പറഞ്ഞു ബെഡും തലയണില്ല, അങ്ങനെ ഒരു പ്രയാസമാണ് ഉള്ളതെന്ന് അറിയാണ്ട് പോവാ. അപ്പൊ എന്നോട് അവിടുത്തെ ആള് പറഞ്ഞു നിങ്ങൾ പ്രസംഗത്തിലൊന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അതിനൊരു ആയത്തന്നെ എനിക്ക് കിട്ടുകയും ചെയ്ത് മനസ്സിക്ക് സൂറത്തുൻ നിസായിലെ. അതെങ്ങനെ അള്ളാഹ് അങ്ങനെ തന്നെ പറയും പോലെ അങ്ങനെ തന്നെ. ഇൻ തകൂനൂ തഅലമൂന ഇൻ തകൂനൂ തഅലമൂന കമാ യഅലമൂൻ ഇൻ തകൂനൂ തഅലമൂന ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ. ഇൻ തകൂനൂ തഅലമൂന, നിങ്ങൾക്ക് കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആഖിറം ഏറ്റെടുത്തിട്ട് പഠിക്കുന്നതിലും കാര്യത്തിലൊക്കെ വരുന്നുണ്ടെങ്കിലേ ഫൈനവും മേലമൂന കമാ തേലമൂൻ, ദുന്യാവിന്റെ കാര്യത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്കും ആ ദുന്യാവ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ആരും അവരും ബുദ്ധിമുട്ടുന്നുണ്ട്. ഞാൻ അതിനെ അവിടെ അർത്ഥം വെച്ചത് എങ്ങനെയാണ്?
ദീനിയാ വിദ്യാഭ്യാസത്തിന് വേണ്ടി വരുന്ന ആളുകൾക്ക് ആ വിദ്യാഭ്യാസം നേടാനും പണ്ഡിതനാവാനും സ്വാഭാവികമായിട്ട് ബാപ്പാനമ്മാനെ പിരിയാന്നുള്ള ബുദ്ധിമുട്ട് വരുന്നുണ്ട്. വീട്ടിലുള്ള അതേ രീതിയിലുള്ള റൂം ഉണ്ടാവില്ല, ബെഡ് ഉണ്ടാവില്ല, സോഫ ഉണ്ടാവില്ല, ബെഡ്ഷീറ്റ് ഉണ്ടാവില്ല, വസ്ത്രങ്ങൾ ഉണ്ടാവില്ല, ആ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. വീട്ടിലുള്ള അതേ രൂപത്തിലുള്ള സംവിധാനങ്ങളും സൗകര്യം ഉണ്ടാവില്ല, ആ ബുദ്ധിമുട്ടും വരുന്നുണ്ട്. ഇതൊക്കെ ഭൗതിക ഡിഗ്രി പഠിക്കാനും വരുന്നില്ലേ? അല്ലേ? കുട്ടികളെ പുറത്തുണ്ടാക്കുമ്പോ നമ്മളെ പറയണത് ബാപ്പാനിമാനും കാണുന്നുണ്ടോ? വേണ്ട. എന്തിനാപ്പ അത് പറയുന്നത്? ഗൾഫിൽ പോയിട്ട് അധ്വാനിക്കുന്ന ആളുകൾ, പല ആളുകളും മലയാളികൾ കിടക്കുന്ന ആട്ടുംകൂട്ടിലല്ലേ? അല്ലേ? ആട്ടുംകൂട് പോലെയുള്ള സ്ഥലം. ഇവിടെ വലിയ വീടായിരിക്കും, അവിടെ പോയൊക്കെ അട്ടിയായിട്ട് കിടക്കുന്നുണ്ടാവും. ഞാനിപ്പോഴും അവിടുന്ന് ഒരു വാപ്പാന്റെ മോന്റെ അടിയിൽ മസലാത്താക്കി എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഇവിടെ വലിയ വീടും പറമ്പൊക്കെയാണ്. അവിടെ പോയപ്പോ വാപ്പാന്റെ മേലെ കട്ടുമല മോൻ കിടക്കുന്നത് പൊളിഞ്ഞിട്ട് വാപ്പാന്റെ മേത്തേക്ക് വീണ് ചങ്ങായി. ഇത്ര തടിയനാണ്. ഞാൻ അവിടെ ഉള്ളപ്പോ അവരുടെ ഇടയിൽ ഞാനാണ് ചായക്കാരൻ പിടിച്ചത്. ഇപ്പം കയറുമ്പോ നോക്കായിട്ടാന്ന് പറഞ്ഞത് എന്താ ഓൻ പൊളിഞ്ഞു വീണാണ് എന്താ ഇന്ന്. അങ്ങനെയൊക്കെയല്ല ഇപ്പൊ അവിടെ ജീവിക്കണേ, കഷ്ടപ്പാടെന്നല്ലേ? അല്ലേ? എന്നാലേ നമ്മൾ ജീവിക്കണില്ല. അപ്പോ ദുന്യാവിന്റെ കാര്യത്തിനും ആഖിറത്തിന്റെ കാര്യത്തിനും നേടിയെടുക്കാൻ വേണ്ടി ചെയ്യുമ്പോ കഷ്ടപ്പാട് സ്വാഭാവികമാണ്. പക്ഷെ അവിടെ അല്ലാഹ് പറഞ്ഞു ദുന്യാവിന്റെ കാര്യത്തിനും ഡിഗ്രിക്കും പോകുന്ന ആളുകൾ ആ പോകുന്ന സമയത്തും പഠിക്കുന്ന സമയത്തും അല്ലാഹെങ്കിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു സംഗതി ദീന് പഠിക്കുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. യാ അല്ലാഹ്, അത് സ്വർഗാണ്, അത് സ്വർഗാണ്. അപ്പൊ ആ സമയത്ത് ഏത് കഷ്ടപ്പാടും സഹിക്കാൻ വേണ്ടി തയ്യാറായാൽ അൽഹംദുലില്ലാ തന്നെയാണ്. കഷ്ടപ്പാടുണ്ടാവും, പക്ഷെ ഏൽക്കാൻ കഴിയാത്തൊന്നും അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടില്ല. കഷ്ടപ്പാട് സ്വാഭാവികം. അത് ദുന്യാവ് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടിന്റെ ഏരിയയാണ്, പരീക്ഷണാലയമാണ്. പരീക്ഷണാലയത്തിൽ വന്നാൽ പരീക്ഷണം ഉണ്ടാകും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഏൽക്കാൻ കഴിയാത്തൊന്നും അല്ലാഹു തആല ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല. ഇതൊന്ന് ആകെ എത്ര കൊല്ലം അവിടെ ഉള്ളത്? ശരാശരി ഉമ്മത്തിന്റെ പ്രായം 70 വയസ്സാണ്. അതിന്റെ മേൽക്ക് പോലെ അങ്ങനെയുണ്ടോ? അഖല്ലുഹുമ്മ യതജാവസു 70ന്റെ മേൽക്ക് അപൂർവ ആളുകളെ പോകൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എന്നോടൊരിക്കലും യുക്തിവാദി ചോദിച്ചു, നിങ്ങളെ റസൂലുള്ളാന്റെ ഒരു ഹദീസില്ലേ അമാർ ഉമ്മത്തി മാ ബൈന 60 വസബഈൻ ഉണ്ട്, എന്നിട്ട് 70 വയസ്സിന് മേലുള്ള ആൾക്കാർ നിങ്ങളെ ഉമ്മത്തിലില്ലേ? നിങ്ങളെ ലീഡർ ആണെങ്കിലോ പരിധി വെച്ചത് 70 വയസ്സ്, അതിന്റെ മേലെ 70, 80, 90 വയസ്സുള്ള ആൾക്കാർ ഉമ്മത്തിലില്ലേന്ന് വെച്ച്. ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ പരിപാടി എന്താ വെച്ചാൽ ഭാഗികമായിട്ട് കടിക്കുക, എലിയപ്പം കടിച്ചമാര് മുഴുവൻ പഠിക്കൂല. ഒരു റിപ്പോർട്ടിലുണ്ട് വഖല്ലുഹുമ്മ യതജാവസു 70ന്റെ മേലെ പോകും, വളരെ കുറവായിരിക്കും. ഇപ്പൊ ഈ സാസിൽ തന്നെ 70ന്റെ മേലുള്ള ആൾക്കാർ എത്ര ഉള്ളത്? ഈ ഹദീസ് ഈ സാസിൽ തന്നെ ഉണ്ട്. 70ന്റെ മേലെ പ്രായമുള്ള ആൾക്കാരാണോ അതിന്റെ താഴെയുള്ള ആളുകളാണോ ഈ സാസിൽ കൂടുതൽ? താഴെയുള്ളവര്. അത് ലോകത്ത് മൊത്തം അങ്ങനെ തന്നെയാണ്, അത് ഉമ്മത്തിൽ മൊത്തം അങ്ങനെ തന്നെയാണ്, ഒരു സംശയമില്ല. 70 വയസ്സ് വരെ ജീവിച്ചാല് 25,564 ദിവസമാണ് കിട്ടുക. 25,564 ദിവസമാണ് കിട്ടുക. അതിൽ 8,000 ദിവസം ഒരു ബോധം പക്വതയില്ലാതെ വെറുതെ ചാടിക്കളി അങ്ങനെ പോയി. 8,000 ദിവസം ഉറങ്ങിയിട്ടും പോയി. ഇനി ബാക്കി എത്ര ഉള്ളത്? അല്ല, അത് ബുഖാരിയൊക്കെ പറയാനുള്ളതല്ല, അത് മണ്ടേന്ന് പറയാനുള്ളതല്ലേ. ബാക്കി എത്ര ദിവസമുള്ള? ഇല്ല, 8,000 ഇല്ല. അതിലൊരു 4,000 ചിരി, കളി, കൊര, വെറുതെ അന്തം വിട്ടിരിക്കുക, ഇതൊക്കെ കൂടി ഒരു 4,000 ദിവസം അങ്ങനെ കഴിക്കണം. ബാക്കി 4,000 ദിവസം ഇല്ല. ഒരു 4,000 ദിവസം ഇല്ല ആകെ ദുനിയാവ്. ഒന്ന് കണക്കൂട്ടി നോക്കുമ്പോളൂ. 70 വയസ്സ് കിട്ടിയാലിട്ടോ അതിന്റെ അടുക്ക് പോകണേ പിന്നെ അതുമില്ല. ഈ 4,000 ദിവസം ഏൽക്കാൻ പറ്റാത്തൊന്നും അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടില്ല. അതൊന്നും മര്യാദക്ക് പ്രാക്ടീസ് ചെയ്താൽ ഈമാനോടെ ചിരിച്ചു മരിക്കും ചെയ്യാം. അതിനോട്ട് പറ്റണില്ല പറഞ്ഞാ പിന്നെ എന്തിനാ ദുനിയാവുക്ക് വന്നത്? അതുകൊണ്ട് ദുആ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. ലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതു അലല്ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ ലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി. അല്ലാഹു തആല ഏൽക്കാൻ കഴിയാത്തൊരു നിയമം അടിച്ചേൽപ്പിച്ചിട്ടില്ല. ലംഘിച്ചതിന്റെ പേരിൽ ദുന്യാവിൽ കോലം മറിച്ചിട്ട് അല്ലാഹു തആല കഷ്ടപ്പെടുത്തിയിട്ടില്ല. എല്ലാം ലീഡറെ ബഹുമാനിച്ചുകൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു അംശം വേണ്ട. ഇനി ഇൻഷാ അല്ലാഹ് 2-3 ദുആയും കൂടി ആമന്ന റസൂലിലുണ്ട്. അത് നാളായിട്ട് നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആമന്ന റസൂൽ ജീവിതത്തിന്റെ ദീപശിഖയാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമന്ന റസൂൽ മുദ്രാവാക്യമാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമന്ന റസൂൽ ഹൃദയത്തിന്റെ രചനയാക്കാൻ, ഹൃദയത്തിന്റെ വാതിലാക്കാൻ, ഹൃദയത്തിന്റെ അലങ്കാരമാക്കാൻ,
ഹൃദയത്തിന്റെ സുഗന്ധമാക്കാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റബ്ബേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പടച്ചോനെ പറഞ്ഞോ കേട്ടോ കബൂലാക്കണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ. തൗഹീദിന്റെ അകക്കാമ്പ് നൽകണേ അല്ലാ. അടിയുറപ്പിച്ചു നിർത്തണേ അല്ലാ. നീയും ഹബീബും വലുതാക്കി തരണേ അല്ലാ. അള്ളാഹുവെ ദുനിയാവ് കണ്ണിൽ ചെറുതാക്കി തരണേ അല്ലാ. എന്നാ ദുനിയാവിലോട്ട് കഷ്ടപ്പെടുത്തും ചെയ്യരുത് അല്ലാ. കടത്തിൽ കുടുക്കി മെരുക്കല്ല അല്ലാ. ജീവിതത്തിൽ അസഹ്യമായ പരീക്ഷണങ്ങളെ കൊണ്ട് ഈമാൻ പരിശോധിക്കല്ല അല്ലാ. തിടുക്കങ്ങൾ തീർക്കണേ അല്ലാ. വിഷമങ്ങൾ അവസാനിപ്പിക്കണേ അല്ലാ. രോഗങ്ങൾ മാറ്റണേ അല്ലാ. കടങ്ങൾ വീട്ടണേ അല്ലാ. ആയുസ്സിനിന്റെ ത്വഅത്തിൽ ആഫിയത്തോടെ അധികരിപ്പിക്കണേ അല്ലാ. അന്ത്യം ശുഭകരമാക്കണേ അല്ലാ. സ്വർഗം സ്വന്തമാക്കാൻ അവസരം താ റബ്ബേ. കച്ചവടക്കാരുണ്ട്, പഠിതാക്കളുണ്ട്, അധ്യാപകന്മാരുണ്ട്, പ്രവാസികളുണ്ട്, ഹജ്ജിന് പോകുന്നവരുണ്ട്. ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ നിന്റെ വിഭവങ്ങൾ നീ തടസ്സമില്ലാതെ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാ. ചർച്ചകളൊക്കെ അലസിയിട്ട് ലോകം മൊത്തം ഭീതിയിലാണ്. അല്ലാഹുവേ പടർന്ന് പന്തലിക്കുന്ന യുദ്ധത്തിന്റെ തീജ്വാലയെ നീ അണക്കണേ അല്ലാ. അശാന്തിയെ നീ ഒഴിവാക്കി തരണേ അല്ലാ. ഭീതിയെ നീ ഒഴിവാക്കി തരണേ അല്ലാ. നിരപരാധികളെ രക്ഷപ്പെടുത്തണേ അല്ലാ. പ്രവാസികളെ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഇതിന്റെ പിറകിൽ എന്ത് പറഞ്ഞാലും ചരട് വലിക്കുന്ന ആളുകളെ നിനക്കറിയാം. അവരെ കളത്തിൽ കൊണ്ടുവന്ന് നീ പരാജയപ്പെടുത്തി തരണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ്. اجعلنا من خيار أمته ومن محبيه واغفر لنا يا غفار وانصرنا يا نصير واحفظنا يا حفيظ واستر عيوبنا يا ستار وهب لنا يا وهاب أنت مولانا فانصرنا على القوم الكافرين واغفر لنا ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.